അതെ, നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു സ്വീറ്റ് മാംഗോ സലാഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമുക്ക് പാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പാല് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ പാല് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ചവ്വരി ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പാലെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ നമ്മളൊരു സ്വല്പം കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് കട്ട കളഞ്ഞൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഈ ഒരു മിശ്രിതം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ കുറുക്കിയെടുക്കുന്നത്. അപ്പം പാല് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല തിളയൊക്കെ കയറി നല്ല കുറുകി വരുമ്പോഴത്തേനും നമുക്കത് എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കുറച്ച് മാമ്പഴവും കുറച്ച് ചവ്വരി വേവിച്ചതും കുറച്ച് വെർമിസെല്ലി വേവിച്ചതും എടുത്തിട്ട് നമ്മുടെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റർഡ് മിൽക്കും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിനി മധുരത്തിനായിട്ട് എടുക്കുന്നത് കുറച്ച് ഹണിയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മാംഗോ സലാഡ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് പഞ്ചസാര വേണ്ടവർക്ക് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പാല് തിളപ്പിക്കുന്ന ടൈമിൽ വേണം പഞ്ചസാര ചേർത്ത് നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടുക്കളയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, കൂടി ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളെന്ന് കൂടെ കൊടുത്താലേ എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഒട്ടും സമയം കളയാതെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഓക്കെ, ബായ്.